പള്ളി കൂദാശക്കാലം മൂന്നാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിന്റെ വിടവാങ്ങൽ പ്രാർത്ഥന. ഈ ലോകത്തോട് വിട പറയാൻ സമയമായിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. ദൈവത്തിന്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. അതിനാൽ ദൈവം പുത്രനെയും മഹത്വപ്പെടുത്തി. ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ദൈവം നൽകിയ ജീവൻ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തിയവർക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും അവസാനം നിത്യജീവൻ നൽകാനുമാണ് യേശു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ജീവന്റെ പൂർണ്ണതയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ദൈവത്തെ അറിയുന്നവർക്ക് അവിടുന്ന് പിതാവാണെന്നും മനുഷ്യരോട് ഏറെ സമീപസ്ഥനാണെന്നുമുള്ള സത്യം യേശു ലോകത്തിന് വെളിപ്പെടുത്തി. അത് ഗ്രഹിച്ചവരെയെല്ലാം പിതാവ് പുത്രന് നൽകി. പിതാവ് നൽകിയവർക്കെല്ലാം പുത്രൻ വചനം നൽകി. ഈ വചനം ജീവിതത്തിൽ നിലനിർത്താനും പ്രാവർത്തികമാക്കിക്കൊണ്ട് നിത്യജീവൻ അർഹത നേടാനുമുള്ള അനുഗ്രഹത്തിനു വേണ്ടിയുള്ള യേശുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇന്നത്തെ ചിന്താവിഷയം.